ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നും എല്ലാവരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനമെടുത്ത വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 30 മുൻപ് അഡ്മിഷൻ പിൻവലിച്ചാൽ ഫീസ് മുഴുവൻ തിരികെ നൽകണമെന്ന് UGC. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് സമാപനം. വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. യൂറോ കപ്പിൽ ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ ജർമ്മനിക്ക് ജയം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ കാനഡ പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യകൾ മനുഷ്യരാശിക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇറ്റലിയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ തെക്കൻ രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ G20യിൽ സ്ഥിര അംഗമായി ഉൾപ്പെടുത്തിയതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. 3ാം വട്ടവും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ശ്രീ മോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇറ്റലിയിലെ അബുലിയയിൽ നടക്കുന്ന G7 ഔട്ട്റീച്ച് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇറ്റലിയിൽ എത്തിയത്. പ്രധാനമന്ത്രി ശ്രീ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോവുമായി ഇന്നലെ ഉച്ചയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ആണവ മേഖല, ബഹിരാകാശം, വിദ്യാഭ്യാസം, കാലാവസ്ഥ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അടുത്ത വർഷം ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്ന AI ഉച്ചകോടിയുടെയും ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനത്തിന്റെയും പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം വിപുലീകരിക്കാനും തീരുമാനമായി. UK പ്രധാനമന്ത്രി ഋഷി സുനകുമായും ശ്രീ നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറ്റലിയിലെ അബുലിയയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. 3ാം തവണ പ്രധാനമന്ത്രി ആകുമ്പോഴും ജപ്പാനുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മുൻഗണന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി, ഇന്ത്യ ജപ്പാൻ വ്യാവസായിക പങ്കാളിത്തം എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യയും ജപ്പാനും സഹകരിക്കുന്ന സുപ്രധാന മേഖലകളുടെ പ്രവർത്തനങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നതിനായി കുവൈറ്റ് അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പരിക്കേറ്റവരെ സുരക്ഷിതമായി എത്തിക്കാൻ വേണ്ട നടപടികൾ ഉറപ്പുവരുത്തും. ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന 176 ഇന്ത്യക്കാരിൽ 45 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇവരുടെ ഭൌതികദേഹങ്ങൾ ഇന്നലെ നാട്ടിലെത്തിച്ചു. 33 പേരാണ് ഇനി ചികിത്സയിൽ ഉള്ളതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ രാവിലെ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റു മന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ അന്തിമോപചാരത്തിന് ശേഷം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. 31 പേരുടെ ഭൌതികദേഹമാണ് കൊച്ചിയിൽ ഏറ്റുവാങ്ങിയത്. ഇതിൽ 23 മലയാളികളും 7 തമിഴ്നാട് സ്വദേശികളും 1 കർണാടക സ്വദേശിയും ഉൾപ്പെടുന്നു. മറ്റുള്ളവരുടെ ഭൌതിക ശരീരം ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വർഷം സെപ്റ്റംബർ 30 വരെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്താൽ ഫീസ് മുഴുവൻ തിരികെ നൽകണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അറിയിച്ചു. 2024-25 അക്കാദമിക് സെഷനിലെ പുതിയ ഫീസ് റീഫണ്ട് നയത്തിലാണ് UGC ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഫീസ് തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമുള്ള പരാതികൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിലുള്ള എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ നയം ബാധകമാണ്. നീറ്റ് UG പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്നലെ കേന്ദ്ര സർക്കാരിനോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും പ്രതികരണം തേടി. വിഷയത്തിൽ പൊതു താൽപര്യ ഹർജി പരിഗണിക്കവെ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന അവധിക്കാല ബെഞ്ച് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോടും ബീഹാർ സർക്കാരിനോടും 2 ആഴ്ചയ്ക്കകം പ്രതികരണം അറിയിക്കാൻ ആവശ്യപ്പെട്ടു. എല്ലാ ഹർജികളും അടുത്ത മാസം 8-ന് പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു.
പ്രശസ്ത സാഹിത്യകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധതി റോയ്ക്കെതിരെ UAPA ചുമത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന അനുമതി നൽകി. 2010 ഒക്ടോബറിൽ ന്യൂഡൽഹിയിൽ നടന്ന ആസാദി ദ ഓൺലി വേ എന്ന സമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തി എന്ന ആരോപണത്തിലാണ് കേസ്. അരുന്ധതി റോയ്ക്കൊപ്പം കശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനായ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനെതിരെയും UAPA ചുമത്താൻ ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമൂഹിക പ്രവർത്തകൻ സുശീൽ പണ്ഡിറ്റാണ് പരാതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് സമാപനം. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ഇന്ന് പ്രത്യേക ചർച്ച നടക്കും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ചകൾക്ക് മറുപടി നൽകും. സ്പീക്കർ AN ഷംസീറാണ് സമാപന പ്രസംഗം നടത്തുന്നത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ഇന്നലെയാണ് മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്രമന്ത്രി JP നഡ്ഡ ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. പുതിയ സർക്കാർ രൂപീകരിച്ച് ആദ്യ 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട പ്രവൃത്തികൾ അദ്ദേഹം യോഗത്തിൽ വിലയിരുത്തി. ആരോഗ്യ സംവിധാനങ്ങളുടെയും സൌകര്യങ്ങളുടെയും ഗുണനിലവാരത്തിൽ കൂടുതൽ ഊന്നൽ നൽകണമെന്ന് ശ്രീ നഡ്ഡ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയ്ക്ക് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷയുടെ വിപുലീകരണത്തെക്കുറിച്ചും പ്രതിരോധ കുത്തിവയ്പ്, ഹെൽത്ത് എമർജൻസി റെസ്പോൺസ് മാനേജ്മെന്റ് പോലുള്ള പദ്ധതികളിൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യൂറോ കപ്പിൽ ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ 1-5 ഗോളിന് ജർമ്മനി സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി. യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വിജയമാണ് ഇത്. ഇന്ന് നടക്കുന്ന ഗ്രൂപ്പ് A മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലാൻഡിനെയും ഗ്രൂപ്പ് Bയിൽ സ്പെയിൻ ക്രൊയേഷ്യയെയും നേരിടും. ആകെ 24 രാജ്യങ്ങൾ മത്സരിക്കുന്ന യൂറോ കപ്പിൽ ടീമുകളെ 6 ഗ്രൂപ്പുകളായാണ് തിരിച്ചിട്ടുള്ളത്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ USA സൂപ്പർ 8ൽ പ്രവേശിച്ചു. അയർലൻഡിനെതിരായുള്ള നിർണായക മത്സരം കനത്ത മഴ മൂലം ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് ഇത്. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് USA സൂപ്പർ 8ൽ എത്തുന്നത്. ഗ്രൂപ്പ് Aയിൽ നിന്ന് ഇന്ത്യയ്ക്ക് ശേഷം സൂപ്പർ 8ൽ എത്തുന്ന രണ്ടാമത്തെ ടീമാണ് USA. മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാനും അയർലൻഡും സൂപ്പർ 8ൽ നിന്ന് പുറത്തായി. ഫ്ലോറിഡയിലെ സെൻട്രൽ ബ്രോവാർഡ് പാർക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുന്ന അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടും. രാത്രി 8-നാണ് മത്സരം. ഇറ്റലിയിൽ നടക്കുന്ന ATP ചലഞ്ചർ ടെന്നീസ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം സുമിത് നാഗൽ സെമിയിൽ കടന്നു. ഇന്നലെ പെറുജിയയിൽ നടന്ന ക്വാർട്ടർ ഫൈനലിൽ പോളണ്ടിന്റെ താരത്തെ 6-4, 7-5 എന്ന സ്കോറിനാണ് സുമിത് പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന സെമിയിൽ അദ്ദേഹം സ്പെയിൻ താരത്തെ നേരിടും. ഫ്രഞ്ച് ഓപ്പണിലും ഹെയ്ൻബ്രോൺ ചലഞ്ചറിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച നാഗൽ ലോക റാങ്കിങ്ങിൽ 77ാം സ്ഥാനത്തെത്തി. ഇതോടെ സിംഗിൾസ് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പാരീസ് ഒളിമ്പിക്സിനും അദ്ദേഹം യോഗ്യത നേടി. മുംബൈ രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് മുതൽ 21 വരെ ചെന്നൈയിൽ നടക്കും. ആദ്യമായാണ് ചെന്നൈ, കൽക്കട്ട, ഡൽഹി, പൂനെ എന്നിവിടങ്ങളിൽ മേള സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും സിനിമാ പ്രേമികളുടെയും സിനിമകൾക്ക് കൂടുതൽ ഇടം നൽകി തുടക്കക്കാർക്ക് വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മേഖലാ മേധാവി രോഹിണി ഗൌതമൻ ആകാശവാണിയോട് പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏകീകൃതമാക്കുന്നതിന്റെ ഭാഗമായി ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ RCRB സങ്കലൻ ഓഫ് ക്രിമിനൽ ലോസ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ആപ്ലിക്കേഷൻ ലഭ്യമാകും. പുതിയ ക്രിമിനൽ നിയമങ്ങളായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവ അടുത്ത മാസം 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ. കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റവർക്ക് എല്ലാ സഹായവും ഉറപ്പുവരുത്തുമെന്നും എല്ലാവരെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനമെടുത്ത വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 30 മുൻപ് അഡ്മിഷൻ പിൻവലിച്ചാൽ ഫീസ് മുഴുവൻ തിരികെ നൽകണമെന്ന് UGC. ലോക കേരള സഭയുടെ 4ാം പതിപ്പിന് ഇന്ന് സമാപനം. വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകും. യൂറോ കപ്പിൽ ഉദ്ഘാടന മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെതിരെ ജർമ്മനിക്ക് ജയം. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ കാനഡ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.